കരുതുന്നവൻ ഞാനല്ലയോ, കാലം വന്നതെന്തിനു നീ കരുതുന്നവൻ ഞാനല്ലയോ, കാലം വന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിൽ വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കാലങ്ങുന്നതെന്തിനു നീ കരുതുന്നവൻ ഞാനല്ലയോ, കാലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനത്തെ തിരഞ്ഞെടുപ്പ് പറയുന്നു. എന്നെ ചിന്തിപ്പിച്ച ഒരു കുഞ്ഞു വേദഭാഗം വായിച്ച് ചില വാക്കുകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. അതിനായി തിരഞ്ഞെടുത്ത വേദഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയസ്രനായ യോവാശിൻ്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവൻ്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ചു മെതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ് ഇവിടെ നാം വായിക്കുവാൻ തക്കവണ്ണം ഇടയായത്. ഗിദെയോനെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഇവിടെ യോവാശിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. യോവാശ് ഗിദെയോന്റെ പിതാവിൻ്റെ പേരാണ് യോവാശ്. അവൻ ദൈവത്തെ വിട്ട് ദൈവത്തെ അകന്നു. ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിട്ട് അകന്നതോട് കൂടെ തന്നെ ഈ യോവാശും ദൈവത്തെ വിട്ട് അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ. എങ്കിലും അവൻ്റെ പേരും കൂടെ എടുത്തു പറഞ്ഞിട്ടാണ് അടുത്ത് ഗിദെയോൻ എന്ന് പറയുന്നത്. ഗിദെയോൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ മിദ്യാന്യരുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ കയ്യിൽ തങ്ങളുടെ നന്മ അകപ്പെട്ടു പോകാതെ അവൻ മുന്തിരി ചക്കകളുടെ ഇടയിൽ വച്ച് അരികിൽ വച്ച് അതിനെ മെതിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിനെ മെതിച്ച് അതിനെ ഏറ്റവും ഒതുക്കി അതിനെ എങ്ങനെ സ്വരൂപിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ അവൻ നന്മയെ സ്വരൂപിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ യോവാശാകട്ടെ അവൻ ദൈവത്തെ വിട്ടു പോയ ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ബലിപീഠങ്ങളെ ഉണ്ടാക്കി അശോര പ്രതിഷ്ഠകളെ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. സ്തോത്രം. നോക്കണമേ, എപ്പോൾ ശത്രു പ്രബലനാകുന്നുവോ അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാൻ, നാം ദൈവത്തെ വിട്ടിട്ടാണ്
നമ്മൾ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ശത്രു നമ്മെ ഞെരുക്കുവാൻ തുടങ്ങുന്ന നാം ദൈവത്തെ വിട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് നമ്മൾ നടക്കുമ്പോൾ ശത്രുക്കൾ പ്രബലരാകാൻ തക്കവണ്ണം ഇടയാകും. ഇവിടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ദൈവജനം ചെയ്തപ്പോൾ ദൈവം അവരെ മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. ഇസ്രായേൽ മക്കൾ അവർ വിതയ്ക്കുമ്പോൾ മിദ്യാന്യരും അവർക്ക് കടന്നു വന്നിട്ട് ഇവരുടെ വിളയെ നശിപ്പിച്ചു കളയുന്നതായിട്ട് കാണുവാൻ കഴിയും. ഒരു നിലവാരത്തിലും പുഷ്ടി പ്രാപിക്കരുത്. തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പുഷ്ടി നിമിത്തം നുകം തകരും. അപ്പോൾ ഒരിക്കലും ഇവർ പുഷ്ടി പ്രാപിക്കാതിരിപ്പാൻ, ഇവർ നന്മ പ്രാപിപ്പാതിരിപ്പാൻ, ഇവർ വിടുതൽ പ്രാപിപ്പാൻ, വിടുതൽ അനുഭവിക്കാതിരിപ്പാൻ, ആരോഗ്യമില്ലാത്തവരായി മാറുവാൻ, ഇവരുടെ നന്മകളെ എല്ലാം ഇവർ നശിപ്പിച്ചു കളയുക, ഇവിടെ വിളയെല്ലാം നശിപ്പിച്ചു കളയുക. ഈ മിദ്യാന്യരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ ഞെരുക്കുക മാത്രമല്ല, ഒരിക്കലും ഇവർ എഴുന്നേൽക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ഇവരെ അടിച്ചു ചിതറിപ്പിച്ചു കളയുകയാണ്. ഇവരുടെ നന്മയെല്ലാം നശിപ്പിച്ചു കളയുക. അങ്ങനെ ഇസ്രായേൽ മക്കൾ, എൻ്റെ ചിന്തയിൽ ഞാനിങ്ങനെ പറയുക, ഇവരുടെ വയറൊട്ടി, കണ്ണ് കുഴിഞ്ഞു, കവള് കുഴിഞ്ഞു, കണ്ണൊക്കെ മങ്ങി, ശരീരമൊക്കെ വിളർച്ച കൊണ്ട് വല്ലാത്ത പരുവക്കേടാണ്. ഇവരുടെ ജീവിതത്തിൽ ഒരു നന്മയുമില്ലാത്ത നിലവാരത്തിലേക്ക് ഇവർ എത്തപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇവിടെ 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമലേക്കരും കിഴക്കേ ദേശക്കാരും അവരുടെ നേരെ വരും. അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗാസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. സ്തോത്രം. നാട്ടിലെ വിള നശിപ്പിക്കും. നമ്മളൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കിയാൽ ഇപ്പോഴേ വിള നശിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ കൂടുതൽ വന്യമൃഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്, വിളയെ നശിപ്പിക്കുന്നത്. ശരിക്കൊന്നും നട്ട് ആദായം എടുക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുക. ഇതൊക്കെ വചനത്തിൻ്റെ പ്രവചന നിവർത്തി എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. സ്തോത്രം. നമുക്ക് കാണുവാൻ കഴിയും. നോക്കണമേ, ഈ ഇസ്രായേൽ മക്കൾ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമലേക്കരും കിഴക്കേ ദേശക്കാരും വന്ന് ഇവരുടെ വിളയെ നശിപ്പിക്കും. നമ്മളും ഇപ്പോൾ വിതയ്ക്കുമ്പോൾ വന്ന് നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളാണ്. പന്നി വരും, ആന വരും, പോത്ത് വരും, പിന്നെ അങ്ങനെ ഈ വന്യമൃഗങ്ങൾ, വനത്തിൽ കിടക്കുന്ന ഓരോ മൃഗങ്ങളും ഇങ്ങോട്ട് വരാൻ തുടങ്ങി. കുരങ്ങന്മാരും വരാൻ തുടങ്ങി. സ്തോത്രം. ഇവരൊക്കെ വന്ന് നമ്മൾ നട്ടിരിക്കുന്നത്, നമ്മൾ അനുഭവിക്കേണ്ടതെല്ലാം വലിച്ചു പറിച്ച് നശിപ്പിക്കുക എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. ഇവിടെ മിദ്യാന്യരുടെ കയ്യിൽ, ശത്രുവിൻ്റെ കയ്യിൽ നന്മ അകപ്പെടാതിരിപ്പാൻ ഗിദെയോൻ മുന്തിരിച്ചക്കുകളുടെ അരികിൽ വെച്ച് മുന്തിരിച്ചക്കുകളുടെ അരികിൽ വെച്ച് മെതിച്ചു കൊണ്ടിരിക്കുക, ഗോതമ്പ് മെതിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വന്യമൃഗങ്ങളും ഈ ഇതൊക്കെ നശിപ്പിക്കാനായിട്ട് വരുമ്പോൾ നമ്മുടെ പ്രൊട്ടക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഒരുക്കിയെടുക്കണം. സ്തോത്രം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ പറയുന്നു, ഞാൻ ഒരു തോട്ടം നട്ടുണ്ടാക്കി അതിന് വേലി കെട്ടി എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ വിളകൾ നശിപ്പിക്കാതിരിക്കണം, നമുക്കൊരു വേലി ഉണ്ടാകണം, നമുക്കൊരു മതിലുണ്ടാകണം, നമുക്കൊരു സംരക്ഷണം ഉണ്ടാകണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ ഒരു സംരക്ഷണമായി ദൈവം മതില, ദൈവം വേലിയ, ദൈവം നമ്മെ കാത്തുപരിപാലിക്കുന്നവനാ. അവൻ അഗ്നി തൂണായി നമ്മളുടെ നടുവിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകും. സ്തോത്രം. ഇവിടെ നോക്കണമേ, ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാതിരിപ്പാൻ ഗോതമ്പ് മുന്തിരിച്ചക്കുകളുടെ അരികിൽ വെച്ച്, ചക്കിനരികെ വെച്ച് ഇവിടെ ഗിദെയോൻ മിതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം അവൻ കേൾക്കുവാൻ തക്കവണ്ണം ഇടയാണ്. അവിടെ പറയും, യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. സ്തോത്രം. നോക്കണമേ, ഇവിടെ ഗിദെയോനെ ദൈവത്തിൻ്റെ ദൂതൻ വിളിക്കുക. ദൈവം ഇവനെ കണ്ടു.
ആരും ഇവനെ കണ്ടില്ല. ഇവനെ ആരും കാണാതെയാണ് ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നത്? ഗോതമ്പ് മെതിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കണമേ, ആരും കാണാതെ, ആരും അറിയാതെ, ആരുടെയും കണ്ണിൽപ്പെടാതെ സൂക്ഷ്മമായി ഒളിച്ചിരുന്ന് മുന്തിരിച്ചക്കിനരികെ വച്ച് ഗോതമ്പ് ഇവൻ ആരും കാണാതെ മെതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവനെ കണ്ടു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മെ ആരും കണ്ടില്ലെങ്കിലും നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ കാണുന്ന ഒരു കർത്താവുണ്ട്. നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നാം ഏത് സ്ഥാനത്തായിരുന്നാലും, ഏത് ഭാഗത്തായിരുന്നാലും, ഏത് ദേശത്തായിരുന്നാലും, ഏത് ജോലിയിലായിരുന്നാലും, എവിടെ നമ്മൾ ഒളിച്ചിരുന്നാലും ശരി തന്നെ, ദൈവം നമ്മെ കാണും. സ്തോത്രം. ഇവിടെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഗിദെയോൻ നന്മയെ അല്ലെങ്കിൽ ഗോതമ്പിനെ അവൻ മെതിച്ച് അവൻ അതിനെ ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവനെ കണ്ടിട്ട് അവനെ വിളിക്കുകയാ പരാക്രമശാലിയെ. എന്താ ഈ പരാക്രമശാലി എന്ന് ദൈവം അവനെ വിളിക്കുവാൻ കാരണം? മറ്റാർക്കും ഉണ്ടാകാത്ത ഒരു ചിന്ത ഗിദെയോന്റെ ഹൃദയത്തിനകത്തളങ്ങളിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. അവന്റെ ഹൃദയത്തിനകത്തളങ്ങളിൽ മറ്റാർക്കും ഇല്ലാത്തൊരു ചിന്ത മാത്രമല്ല, ആ ചിന്ത അവനത് പ്രവർത്തിക്കുവാൻ വേണ്ടി തുടങ്ങി. സ്തോത്രം. ആരും എന്നെ കണ്ടില്ലേലും, ആരും എന്നെ അറിയണ്ട, ആരും എന്നെ കാണണ്ട, ഞാൻ എൻ്റെ നന്മയെ സ്വരൂപിക്കുമെന്ന് പറഞ്ഞ് അവൻ മുന്തിരിച്ചക്കിനരികെ വെച്ച് അവൻ മെതിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം കണ്ടിട്ട് അവനെ വിളിക്കുകയാ, അല്ലയോ പരാക്രമശാലിയെ. സ്തോത്രം. എന്നെയും നിങ്ങളെയും നമ്മൾ സ്തോത്രമായിരിക്കുന്ന സ്ഥാനത്ത് ആരും നമ്മെ സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ, ആരും നമ്മെ വിടുവിപ്പാനില്ലാതിരിക്കുമ്പോൾ, ആരും നമ്മെ ബലപ്പെടുത്തുവാനില്ലാതിരിക്കുമ്പോൾ, നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് നമുക്കുള്ള നന്മയെ നമ്മൾ അതിനെ ഒതുക്കി ദൈവസന്നിധി സ്തോത്രം പറയുക. ഓരോ സ്തോത്രം, എൻ്റെ ഭാഷയിൽ ഞാനിങ്ങനെ പറയുക, നമ്മൾ ഓരോ പിടി അരി കലത്തിലേക്ക് നമ്മൾ ഇടുമ്പോഴും, നമുക്ക് വേണ്ടി ആഹാരം തയ്യാറാക്കുമ്പോഴും നമ്മൾ സ്തോത്രം പറയുന്നു എങ്കിൽ, സ്തോത്രം, നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ കാണുന്ന ഒരു ദൈവമുണ്ട്. അവൻ നമ്മെ ബലപ്പെടുത്തുക. അവൻ നാളേക്ക് വേണ്ടിയത് നമുക്ക് വേണ്ടി ഒരുക്കുക. നമ്മുടെ ദൈവം മതിയായവനെന്ന് ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ ഇവനെ വിളിക്കുക പരാക്രമശാലി. എന്താ ഇവൻ എന്ത് പരാക്രമം ചെയ്തിട്ട് ഇവനെ പരാക്രമശാലി എന്ന് വിളിച്ചത്? സ്തോത്രം. ഇവൻ ഒന്നും ചെയ്തിട്ടല്ല. സ്തോത്രം. ഇവൻ ചെയ്തത് ശത്രുവിന്റെ കയ്യിൽ തങ്ങളുടെ നന്മ അകപ്പെടാതെ ഒതുക്കിയതാണ് അവൻ ചെയ്ത നന്മ എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മുടെ നന്മ ശത്രുവിന്റെ കയ്യിൽ എന്ത് ചെയ്യരുത്? അകപ്പെടരുത്. സ്തോത്രം. നമ്മയും ദൈവം വിളിക്കും, ദൈവം നമ്മയും കാണും. നമ്മുടെ തലമുറ എന്ത് ചെയ്യരുത്? ശത്രുവിന്റെ കയ്യിൽ അകപ്പെടരുത്. നമ്മുടെ കുടുംബം ശത്രുവിന്റെ കയ്യിൽ അകപ്പെടരുത്. നമ്മുടെ ജീവിതം ശത്രുവിന്റെ കയ്യിൽ അകപ്പെടരുത്. ദൈവസഭ ശത്രുവിന്റെ കയ്യിൽ അകപ്പെടരുത്. സ്തോത്രം. അതിനെ കാക്കുന്നവനെ വിളിക്കുന്ന ഒരു പേരാണ് പരാക്രമശാലി. സ്തോത്രം. ഇവിടെ പറയാ പരാക്രമശാലിയെ എന്ന് വിളിച്ച് ഗിദെയോനോട് ദൈവത്തിന്റെ ദൂതൻ സംസാരിക്കുക. അപ്പൊ ഗിദെയോൻ തിരിച്ച് ദൂതനോട് പറയാ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, പരാക്രമശാലിയെ, നിന്നോട് ദൈവം കൂടെ ഉണ്ട്, നിങ്ങളോട് കൂടെ ദൈവമുണ്ടെന്ന് പറഞ്ഞപ്പോ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഈ അനർത്ഥങ്ങളൊക്കെ കടന്നു വരാൻ പിന്നെ എന്താണ് കാരണം? സ്തോത്രം. അപ്പൊ ഗിദെയോന്റെ ചിന്ത കണ്ടോ? ദൈവം കൂടെയുണ്ട്, പക്ഷെ അനർത്ഥം നമ്മെ വിട്ട് മാറുന്നില്ല. നമ്മുടെയും ജീവിതത്തിൽ ഇതൊക്കെയല്ലേ പലപ്പോഴും സംഭവിക്കും. അനർത്ഥം നമ്മെ വിട്ട് മാറുന്നില്ല, പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ നനയ്ക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നതും ഒന്നും നടക്കുന്നില്ല. നമുക്ക് ക്ഷീണവും പ്രയാസവും ദുഃഖവും വേദനയും, പക്ഷെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നാണ്. സ്തോത്രം. അപ്പോ ദൈവം കൂടെ ഉണ്ട്, പക്ഷെ പ്രശ്നം ദൈവം കൂടെ ഉള്ളത് കൊണ്ടല്ല, പ്രശ്നത്തിന് ഒരു കാര്യമാണ്, അതിനൊരു കാരണമാണ്. അത് ഗിദെയോൻ ദൈവത്തോട് ചോദിക്കുക, ദൈവം
നമ്മോട് കൂടെയുണ്ടെങ്കിൽ, ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ, എന്നോട് കൂടെയുണ്ടെങ്കിൽ എന്താ ഈ പ്രശ്നത്തിനൊരു കാരണം? സ്തോത്രം എന്ന് തിരിച്ചു വരിക്കുക. സ്തോത്രം. നോക്കണമേ, ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്നു നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. കണ്ടോ, മുമ്പ് ദൈവം ചെയ്ത വിടുതലുകളെയും ദൈവം ചെയ്ത പ്രവർത്തികളെയും ഗിദെയോൻ എടുത്ത് പറയുകയാണ്. ഇപ്പോൾ അവന്റെ അത്ഭുതങ്ങൾ എവിടെ? ഇപ്പോൾ അവന്റെ പ്രവർത്തികൾ എവിടെ? ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് മിദ്യാന്യരുടെ കയ്യിൽ. മിദ്യാന്യർ നമ്മെ ഞെരുക്കി അവരുടെ കയ്യിൽ കളിപ്പാവകളെ പോലെ നമ്മളായിരിക്കും. സ്തോത്രം. ക്രിസ്തല്ലോ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ശത്രു നമ്മെ ഉപദ്രവിക്കുന്നത്, അവൻ നമ്മെ ഞെരുക്കുന്നത്, അവൻ നമ്മെ തകർക്കുന്നത്, നമ്മോട് കൂടെ ദൈവമുണ്ടെന്ന് അവനറിയാം. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്നറിയാം. എന്നാൽ നമ്മൾ പലപ്പോഴും ദൈവത്തെ വിട്ടു പോകുന്നത് കൊണ്ടാണ് ശത്രു നമ്മെ ജയിക്കുന്നത്. സ്തോത്രം. അവൻ നമ്മെ ജയിക്കുന്നതിന്റെ കാരണം നമ്മൾ ദൈവത്തെ വിട്ടേച്ചു പോകുന്നത് കൊണ്ടാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്, നാം ദൈവത്തോടുകൂടെ ഇല്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവം നമ്മോട് കൂടെ ഇരിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. പക്ഷെ നമുക്ക് ആരെ വേണ്ട? ദൈവത്തെ വേണ്ട എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്, അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ, അടുത്ത ഖണ്ഡികയിലേക്ക് വരുമ്പോൾ, 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന, അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന നിന്റെ അപ്പനുള്ള ബാലി പീഠത്തെ ഇടിച്ച് അതിനരികെയുള്ള അശോര പ്രതിഷ്ഠകളെ വെട്ടിക്കളയുക. സ്തോത്രം. കണ്ടോ? അപ്പോൾ അപ്പൻ എന്ത് ചെയ്യാം? ബാലിൻ ബലിപീഠങ്ങൾ പണിത് അവിടെ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് അവിടെ ബാലിൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല? ആരാധിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, ദൈവം പറയാം, നീ ചെന്ന് ആദ്യം ചെയ്യേണ്ടത് നിന്റെ അപ്പൻ്റെ എന്ത് ചെയ്യണം? ബലിപീഠങ്ങളെ ഇടിക്കണം. സ്തോത്രം. അത്ര നിസ്സാരമല്ല. അപ്പൻ്റെ ബലിപീഠം ഇടിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമുള്ള കാര്യമല്ല. അപ്പൻ പണിത് ഉറപ്പിച്ചു വച്ചിരിക്കുന്നതിനെ ഇടിക്കാൻ പോയാൽ അപ്പൻ എന്ത് ചെയ്യും? കൈകാര്യം ചെയ്യും. സ്തോത്രം. അത് മാത്രമല്ല, ഇതിപ്പോൾ ഈ ഇസ്രായേൽ ദേശക്കാരും കൂടെ ഇതിനെ ഏറ്റെടുത്ത് വെച്ചിരിക്കുകയാണ്. സ്തോത്രം. അപ്പൊ ഇതിനെ ഡയറക്റ്റായിട്ട് ഇടിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്തോത്രം. നമ്മൾ നേരെ പോയി ഇടിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടു നിൽക്കുന്നവരെല്ലാം കൂടെ കൈവയ്ക്കും. സ്തോത്രം. നമ്മെ അടിച്ച് അമ്മാരെ ഇഞ്ചപ്പരുവം ആക്കും. ഇതൊന്നും തകരത്തും ഇല്ല. അപ്പോ ഇത് മനസ്സിലാക്കി ഗിദെയോൻ പരാക്രമശാലി എന്ന് ദൈവം വിളിച്ചതേ ഉണ്ടായി. ഗിദെയോൻ നല്ല ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു. മറ്റുള്ളവരെ പോലെയല്ല, എന്തെങ്കിലും കേട്ട ഉടനെ ചാടിപ്പുറപ്പെടുന്നവനല്ല ആര്? ഗിദെയോൻ. സ്തോത്രം. അവൻ നല്ല ബുദ്ധിയുള്ളവനായിരുന്നു. സ്തോത്രം. ഇവൻ ഇവിടെ നോക്കണമേ, ഗിദെയോന്റെ ബുദ്ധിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം ഗിദെയോന്റെ സ്റ്റോറി പഠിക്കുമ്പോൾ നമുക്ക് ഗിദെയോന്റെ ബുദ്ധി പലവിധമായി ഗിദെയോൻ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഗിദെയോൻ ഇവിടെ ഒന്നാമതവൻ പ്രയോഗിച്ചത് മിദ്യാന്യരുടെ കയ്യിൽ അകപ്പെടാതെ ഒളിച്ചിരുന്ന് എന്ത് ചെയ്തു? മെതിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ബുദ്ധിയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അടുത്ത് ഇവിടെ രാത്രിയിൽ അപ്പന്റെ ബലിപീഠത്തെ ഇടിക്കാനായിട്ട്. സ്തോത്രം. നോക്കണമേ, രാത്രിയിൽ അപ്പന്റെ ബലിപീഠത്തിൽ ഇടിച്ച് അതിനെ വെട്ടി അതിനെ തകർത്ത് അവിടെ
ദൈവത്തിനൊരു യാഗപീഠം പണിത് യാഗമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. അത് കഴിഞ്ഞ് പിറ്റേന്നായപ്പോൾ അവിടെയുള്ള വ്യക്തികളെല്ലാം എഴുന്നേൽക്കാൻ തുടങ്ങി. സ്തോത്രം. വാചകം പോലെ ഞാൻ പറഞ്ഞു വിടട്ടെ. സ്തോത്രം. അവിടെയുള്ള ദേശക്കാരെല്ലാം എഴുന്നേറ്റ്. സ്തോത്രം. ഗിദെയോനെ തകർത്തുകളെ, യോവാശിന്റെ മകൻ ഞാൻ ഇത് ചെയ്തത്, അവനെ കൊല്ലണം, അവനെ തകർക്കണം, അവനെ പിടിച്ചു കെട്ടണം, അവനെ അടിക്കണം, അവനെ ഉപദ്രവിക്കണം എന്ന് പറഞ്ഞ് ഇസ്രായേൽ ദേശക്കാരെല്ലാം ഒന്നടങ്കം എഴുന്നേൽക്കുമ്പോ അപ്പനൊരു കാര്യം മനസ്സിലാ, ഇവൻ ഇത് ചെയ്യണമെങ്കിൽ ഇവനോട് ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഇന്നലെ വരെ ആരാധിച്ച ബലിപീഠങ്ങളെ ഇടിക്കണമെങ്കിൽ, ഇന്നലെ വരെ വിളക്ക് കത്തിച്ചും യാഗം കഴിപ്പിച്ചും മൃഗങ്ങളെ അർപ്പിച്ചും ഇന്നലെ വരെ തിരി കത്തിച്ചും കൊണ്ടിരുന്ന ഇവൻ ഒറ്റ ദിവസം കൊണ്ട് മാറി ഇതിനെ ഇടിച്ചിട്ട് ദൈവത്തിനൊരു യാഗപീഠം പണിത് അവിടെ യാഗം അർപ്പിക്കണമെങ്കിൽ യോവാശിനൊരു കാര്യം മനസ്സിലായി, ദൈവം ഗിദെയോനോട് ഇടപെട്ടിട്ടുണ്ട്, ഗിദെയോനോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലായി, സ്വന്തം ദൈവം ഇടപെട്ടിട്ട, ദൈവം സംസാരിച്ചിട്ട ഇവൻ ഇതൊക്കെയും ചെയ്തതെന്ന്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, ദൈവം നമ്മോട് ഇടപെടുമ്പോൾ, സ്തോത്രം, ദൈവം നമ്മോട് ചെയ്യാൻ പറയുന്നത് ചെയ്യുമ്പോൾ, നമ്മൾ ശത്രുവിനെ തകർക്കുമ്പോൾ നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ ഇരിക്കും, നമ്മെ ബലപ്പെടുത്തും. സ്തോത്രം. അപ്പനൊരു കാര്യം മനസ്സിലായി, സ്തോത്രം, ഇത് ദൈവത്തിന്റെ കരമാണ്. സ്തോത്രം. അതുകൊണ്ട് അപ്പനൊരു കാര്യം പറഞ്ഞു, നിങ്ങളോ ബാലിന് വേണ്ടി സ്തോത്രം വ്യവഹരിക്കുന്നത്. സ്തോത്രം. ബാലിൻ വിഗ്രഹങ്ങളെ തകർത്തിട്ടുണ്ടെങ്കിൽ, അവന്റെ ബലിപീഠങ്ങളെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ദേവനല്ലോ, അവൻ തന്നെ എന്ത് ചെയ്യട്ടെ, പ്രവർത്തിക്കട്ടെ എന്ന് പറയുക. സ്തോത്രം. അവൻ തന്നെ വ്യവഹരിക്കട്ടെ എന്ന് പറയുക. അതിൻ്റെ 32-ാം വാക്യം പറയുമ്പോൾ ഇവിടെ പറയുന്നതുണ്ടോ, ഇവൻ അവൻ്റെ പീഠത്തെ ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ ഇവന്റെ നേരെ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞ് അവന് അന്ന് യെരുബേൽ എന്നു പേരിട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, ബാല് എന്ത് ചെയ്യട്ടെ, പ്രതികരിക്കട്ടെ, ബാല് പ്രതികരിക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ ദേവനെങ്കിൽ അവൻ പ്രതികരിക്കട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. ഗിദെയോന്റെ പേര് മാറി. ഗിദെയോൻ ശക്തി പ്രാപിച്ചു. അവന്റെ അപ്പൻ ശരിക്കുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ദുഷ്ടന്റെ ആധിപത്യത്തെ തകർക്കുമ്പോൾ, അവന്റെ അധികാരത്തെ തകർക്കുമ്പോൾ നമ്മോട് കൂടെ നമ്മുടെ കുടുംബക്കാരൊക്കെ എഴുതും, നമ്മോട് കൂടെ ചേർന്ന് നിൽക്കും, ചേർന്ന് ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം. ദൈവം നമ്മുടെ സ്ഥിതികളെ മാറ്റും, ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റും. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ അവൻ ഒറ്റയ്ക്കെഴുതി, പിന്നത്തേതിൽ അവനോട് കൂടെ ഓരോരുത്തരായി അണിചേരാൻ തുടങ്ങി. സ്തോത്രം. ഇസ്രായേൽ മക്കളെ നിന്ദിക്കുന്ന തകർക്കുന്നവരെ ഒതുക്കാൻ തുടങ്ങി. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മെ ഒതുക്കുന്നവരെ സ്വർഗത്തിലെ ദൈവം തകർക്കും. നമുക്കൊരു വിശാലത തരുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമുക്ക് വേണ്ടിയ നന്മകളെ തരുവാൻ ഈ നല്ല ദൈവം നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. നാം അവന്റെ കരത്തിൽ പിടിച്ചാൽ മതി. അവൻ നമ്മോട് കൂടെയുണ്ട്. നമ്മൾ അവന്റെ കരത്തിൽ പിടിക്കുകയാണെങ്കിൽ അവൻ നമ്മെ ബലപ്പെടുത്തും, അവൻ നമ്മെ തോളിലേറ്റും, അവൻ നമ്മെ പൊക്കിയെടുക്കും, അവൻ നമ്മെ അവന്റെ ഉള്ളം കരത്തിൽ വഹിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആ നല്ല ദൈവത്തിന്റെ സന്നിധാനത്തിങ്കൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിങ്കൽ വയ്ക്കാം. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല നിമിഷത്തിനായി നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്തു കർത്താവേ. തിരുവചനം കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്തു കർത്താവെ. ക്ഷീണിച്ച് തളർന്ന് ആരും ആശ്രയമില്ലാതിരിക്കുന്ന ഗിദെയോന്റെ അടുക്കിലേക്ക് കർത്താവ് കടന്നു വന്നിട്ട് അവനെ ബലപ്പെടുത്തി, അവനെ ധൈര്യപ്പെടുത്തി, ശത്രുവിനെ തകർക്കേണ്ടുന്ന ഒരു ആത്മബലം നൽകിയെങ്കിൽ കർത്താവെ ഞങ്ങളെയും അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നപ്പ, ഞങ്ങൾ തളർന്നിരിക്കുന്നു, ഞങ്ങൾ വാടിയിരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടിയതെല്ലാം ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
പ്രതികൂലങ്ങളെ തകർക്കണമേ. ഞങ്ങളുടെ തലമുറകളെ ഞെരുക്കുന്ന, അവിടെ ഭാവിയെ നശിപ്പിക്കുന്ന, ജീവിതങ്ങളെ തകർക്കുന്ന കർത്താവ്, ഞങ്ങളുടെ സഹോദരങ്ങളെ തകർക്കുന്ന, ഞങ്ങളുടെ മാതാപിതാക്കളെ തകർക്കുന്ന, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തകർക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും ദൈവം ഉടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. നീ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ കർത്താവ്. മിദ്യാന്യർ ഞങ്ങളുടെ കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ പുഷ്ടിയെ നശിപ്പിച്ചു കളഞ്ഞപ്പോൾ തിരുവചനം പറയുന്നു, പുഷ്ടി കർത്താവെ നുകത്തെ തകർക്കും. അപ്പൊ ഞങ്ങളുടെ പുഷ്ടിയെ തകർക്കുന്ന നുകം കർത്താവെ ദൈവം ഉടയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങൾ പുഷ്ടിയോടെ, ആരോഗ്യത്തോടെ, ദൈവകൃപയോടെ, ദൈവശക്തിയോടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം അനുഗ്രഹിച്ച് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ പ്രവർത്തിക്കും തിരുകൃപക്കൂടെയിരിക്കും. പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം സഹായിക്കും.